ശബരിമല സ്വർണ്ണ കവർച്ചയിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴികളിൽ വൈരുദ്ധ്യം. തെളിവുകൾ നിരത്തിയാണ് പ്രത്യേക അന്വേഷണ സംഘം പോറ്റിയെ ചോദ്യം ചെയ്യുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം കൈമാറിയെന്ന് സംശയിക്കുന്ന കൽപേഷിനെ ഉടൻ ചോദ്യം ചെയ്യും. അതേസമയം ശബരിമലയിലും SITയുടെ പരിശോധന നടക്കുകയാണ്. തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയെ രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. വിവരങ്ങളുമായി രാജീവ് ചേരുന്നുണ്ട്. ഒപ്പം പത്തനംതിട്ട എയർ ക്യാമ്പിൽ നിന്ന് ഗോകുൽ രമേശും ചേരുന്നു. ആദ്യം രാജീവിലേക്കാണ് പോകുന്നത്. രാജീവ്, നിർണായകമായ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരിക്കുകയാണ്. കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നത്. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ പല മൊഴികളിലും വൈരുദ്ധ്യമുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? നിലിമ, വളരെ നിർണായകമായ നീക്കം തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ നടത്തുന്നത്. രാവിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു. 4 മണിക്കൂർ പിന്നിടുന്നു ചോദ്യം ചെയ്യാൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. നേരത്തെ ദേവസ്വം വിജിലൻസിന് നൽകിയ മൊഴിയും ഇപ്പോൾ നൽകുന്ന മൊഴികളും തമ്മിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട്. എല്ലാ തെളിവുകളും നിരത്തിക്കൊണ്ടാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ സന്നിധാനത്ത് SITയുടെ നേതൃത്വത്തിലുള്ള പരിശോധന നടക്കുന്നു. SIT SP-യുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സന്നിധാനത്ത് പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. സന്നിധാനത്തെ ചില നിർണായക രേഖകളാണ് SIT പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രേഖകൾ ഉൾപ്പെടെ വീണ്ടും ഇവിടേക്ക് എത്തിച്ച ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും വിശദമായി പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. മാത്രമല്ല, ചില തെളിവുകൾ കൂടി ലഭിക്കാനുണ്ട് എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേവസ്വം വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട രേഖകൾ നിലവിൽ SITയുടെ കൈവശമുണ്ട്. ഹൈക്കോടതി ഉൾപ്പെടെ അത് സമർപ്പിക്കുകയും ചെയ്തതാണ്. ആ രേഖകൾ ഉൾപ്പെടെ വെച്ചുകൊണ്ട് ചോദ്യം ചെയ്യുമ്പോഴാണ് ചില മൊഴികളിൽ വൈരുദ്ധ്യം ഇപ്പോഴുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ പറയുന്നത് ചിലത് മാറ്റി പറയുന്നു എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്താനുള്ള ശ്രമം ഇപ്പോൾ ഏതായാലും SIT നടത്തുന്നു. SITയുടെ ഭാഗത്തു നിന്നും ഇനി അറിയേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റി മറുപടി പറയേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഈ സ്വർണ്ണക്കടത്തിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ്. ദേവസ്വം ബോർഡ് അംഗങ്ങളിൽ നിന്ന് ഇതിന് സഹായം ലഭിച്ചിരുന്നു. 2019 അവിടേക്ക് എത്താനുള്ള സഹായങ്ങൾ ആര് ചെയ്തു നൽകി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദിച്ച് അറിയുന്നത്. ഇതിനുശേഷം അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തും. അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത്. കാരണം തെളിവുകളെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എതിരാണ്. സ്വർണ്ണക്കടത്ത് നടന്നിരിക്കുന്നു എന്ന തെളിവുകൾ നിലവിൽ SITക്ക് ലഭിച്ചിട്ടുണ്ട്. നേരത്തെ സ്മാർട്ട് ക്രിയേഷൻസിൽ ഉൾപ്പെടെ SIT പരിശോധന നടത്തിയിരുന്നു. ചെന്നൈയിലേക്ക് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തിയാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ പരിശോധന നടത്തിയത്. മാത്രമല്ല, ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് സ്വർണം നൽകിയ 474 ഗ്രാം സ്വർണം കൊണ്ടുപോയ കൽപേഷിലേക്കും അന്വേഷണം നീണ്ടിട്ടുണ്ട്. ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ നിലവിൽ SITക്ക് ലഭിച്ചിട്ടുണ്ട്. ഇയാളെ ഉടൻ കസ്റ്റഡിയിലെടുക്കുമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത്. ഇതിനുശേഷം ഇയാളെയും തിരുവനന്തപുരത്തേക്കോ അല്ലെങ്കിൽ പത്തനംതിട്ടയിലേക്കോ എത്തിക്കുമെന്നും അന്വേഷണ സംഘം അറിയിക്കുന്നു. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് തിരുവനന്തപുരത്തെ ഒരു രഹസ്യ കേന്ദ്രത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നടപടികൾ രഹസ്യമായി സൂക്ഷിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം കൂടി അനുസരിച്ചാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നത്. ആ രീതിയിൽ ചോദ്യം ചെയ്യൽ തുടരുന്നത്. ഇതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പത്തനംതിട്ടയിലേക്ക് അത് എത്തിക്കും. അത് ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെയോ ആകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട്. ആ വൈരുദ്ധ്യങ്ങളിൽ വ്യക്തത വരുത്താനുള്ള ശ്രമം നിലവിലിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാകും അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തുക. ചോദ്യമുനയിലാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ അറസ്റ്റിന് സാധ്യതയെന്നാണ് രാജീവ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് ഗോകുൽ രമേശ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ഗോകുൽ, സന്നിധാനത്ത് എത്തി പരിശോധന നടത്തുകയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിലെ അംഗങ്ങൾ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഓഫീസിൽ നിന്ന് ഫയലുകളൊക്കെ ശേഖരിച്ചതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഗോകുൽ, നിലവ എന്തായാലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനോടനുബന്ധമായി തന്നെയാണ് സന്നിധാനത്തും ഇത്തരത്തിൽ SIT ടീമിൻ്റെ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. SP ശശിധരൻ SIT ടീമിലെ പ്രധാന അംഗമാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് സന്നിധാനത്ത് പരിശോധന നടത്തുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സന്നിധാനത്ത് എക്സിക്യൂട്ടീവ് ഓഫീസിൽ നിന്നടക്കം നിർണായകമായിട്ടുള്ള രേഖകൾ ചോദിച്ചു വാങ്ങി പരിശോധന നടത്തുകയാണ്. പ്രധാനമായിട്ടും വിജിലൻസ് ആദ്യഘട്ടത്തിൽ സന്നിധാനത്തെത്തി ദേവസ്വം വിജിലൻസ് സംഘം പരിശോധന നടത്തി നിർണായകമായിട്ടുള്ള പല വിവരങ്ങളും ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക്
ചില വിവരങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന്, പ്രത്യേക അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സന്നിധാനത്ത് പരിശോധന പുരോഗമിക്കുന്നതെന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. വിജിലൻസ് തേടാത്ത പല വിവരങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് സന്നിധാനത്ത് നിന്നടക്കം SIT ടീമിനെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ആ രീതിയിലുള്ള പരിശോധനയാണ് SP ശശിധരൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് വൈകിട്ടോട് കൂടി തന്നെ പരിശോധന പൂർത്തിയാക്കിയ SIT സംഘം സന്നിധാനത്ത് നിന്ന് ഇറങ്ങുമെന്നുള്ള വിവരവും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയെടുത്ത സാഹചര്യത്തിൽ കൂടി നിലവിൽ പത്തനംതിട്ടയിലേക്ക് അദ്ദേഹത്തെ ഈ ചോദ്യം ചെയ്യലിന് ശേഷം ഒരുപക്ഷെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം പത്തനംതിട്ടയിലേക്കായിരിക്കും കൊണ്ടുവരാൻ സാധ്യതയുള്ളത്. പത്തനംതിട്ടയിലുള്ള AR ക്യാമ്പിലോ അല്ലെങ്കിൽ അടൂരിലുള്ള AR ക്യാമ്പിലോ ആയിരിക്കും കൊണ്ടുപോവുക. പത്തനംതിട്ടയിലുള്ള AR ക്യാമ്പിലാണ് നിലവിൽ SIT ടീമിൻ്റെ ക്യാമ്പ് ഓഫീസ് സജ്ജമാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇവിടെ കൊണ്ടുവന്ന് ഒരുപക്ഷെ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുന്ന അടക്കമുള്ള നടപടികൾ ഉണ്ടാവുക. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പത്തനംതിട്ടയിലേക്ക് എത്തിക്കും. നിലവിൽ തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്യുന്ന അത് പൂർത്തിയായതിനു ശേഷം ഒരുപക്ഷെ റാന്നി കോടതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട 2 FIRകളും അന്വേഷണ സംഘം ഹാജരാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റാന്നി കോടതിയിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം പോറ്റിയെ ഹാജരാക്കേണ്ടതായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെയോ ആയിട്ട് പത്തനംതിട്ടയിലേക്ക് എത്തിക്കുമെന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരുപക്ഷെ വീഡിയോ കോൺഫറൻസ് മുഖേനയും കോടതിയിൽ ഹാജരാക്കുവാനായിട്ട് ആ രീതിയിലുള്ള സാഹചര്യം കൂടിയിട്ടുണ്ട്. എന്തായാലും ഏത് വിധത്തിലുള്ള ആയിരിക്കും എന്നറിയില്ല. എന്തായാലും പത്തനംതിട്ടയിൽ കൊണ്ടുവരികയാണെങ്കിൽ മെഡിക്കൽ അടക്കമുള്ള നടപടികളുണ്ടാവും, അറസ്റ്റ് രേഖപ്പെടുത്തും. അതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും തെളിവെടുപ്പ് ചോദ്യം ചെയ്യൽ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ശരി ഗോകുൽ, പത്തനംതിട്ടയിൽ നിന്നും ഗോകുൽ കൂടിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.